ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി അമേരിക്കയിൽ വിസിറ്റിലാണ്. നിങ്ങൾക്കറിയാം, പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് UN ജനറൽ അസംബ്ലിയിൽ 80ാമത്തെ സെഷൻ നടക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി പോകണ്ടായിരുന്നു, അദ്ദേഹം പോയിട്ട് പോകാത്തതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു. എന്തായിരുന്നു കാരണം? കാരണം ഒറ്റപ്പെട്ടു. കാരണം ഇന്ത്യ ലോകത്ത് ഇതേപോലെ ഒറ്റപ്പെട്ട ഒരു സമയം ഉണ്ടായിട്ടില്ല. നമ്മൾ കഴിഞ്ഞ 10-40 വർഷം എടുത്തു നോക്കി ഇതേപോലെ ഒറ്റപ്പെട്ടിട്ടില്ല. ആ സന്ദർഭത്തിൽ ഏതെങ്കിലും രീതിയിൽ അമേരിക്കയുമായൊരു ധാരണ വരുത്തുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം പോയത്. അവിടുത്തെ പ്രസംഗം ഒരു പേരിന് മാത്രമേ ഉള്ളൂ. ആ പ്രസംഗത്തിനകത്ത് പോലും നിങ്ങൾ മനസ്സിലാക്കുക, അമേരിക്കൻ പ്രസിഡന്റിന് ചാൻസ് വന്നു കഴിഞ്ഞപ്പോൾ ഗ്ലോബലായിട്ട് അമേരിക്ക ഇന്ത്യക്കെതിരെ കുടഞ്ഞു. പ്രസിഡന്റ് ട്രംപ് അല്ലേ പറഞ്ഞേ? അതായത് ഇന്ത്യയും ചൈനയാണ്. അതായത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഗ്ലോബലായിട്ട് എല്ലാ രാജ്യങ്ങൾക്കും ചൈനയുമായിട്ട് ഡിസ്റ്റൻസ് ആണ് പല കാര്യത്തിൽ. അതിനേക്കാളും മോശമായ ഭാഷയിലാണ് ട്രംപ് ഇന്ത്യക്കെതിരെ പറഞ്ഞിരിക്കുന്നത്. അത് അമേരിക്കയുടെ ഡിസിഷനാണ്. അതാണ് ലോകം മുഴുവൻ അത് ഫോളോ ചെയ്യും എന്ന് ഞാനിത് പല ആവർത്തി പറയുന്നത്. പക്ഷെ ഇന്ത്യൻ മീഡിയയും കേരളത്തിലെ പല യൂട്യൂബും ചാനലുകൾക്കും മനസ്സിലായില്ല എന്തുവാ ഇഷ്യൂ എന്നുള്ളത്. എന്തൊക്കെ റീസണിന് വേണ്ടിയാണ് ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ജയശങ്കർ അമേരിക്കയിൽ പോയത്? പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് എത്രയും വേഗം കാണണം. അതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനാണ് മാർക്ക് റൂബിയെ പോയി കാണുന്നത്. അദ്ദേഹം പൂർണ്ണമായിട്ടും കൈയൊഴിഞ്ഞു. അതായത് ഈ അമേരിക്ക നമ്മളെ കൊണ്ടുവന്ന ഒരു ഫോറമുണ്ട്, കോഡ്. അതിനെപ്പറ്റി നിങ്ങൾ വായിച്ചു കാണും. നവരൂപ്, അദ്ദേഹം ഒരു സ്ട്രാറ്റജിക് എക്സ്പേർട്ടാണ്, ഒരു അറ്റോർണിയാണ്, സീനിയർ ലോയർ കൂടിയാണ്. അദ്ദേഹം ഈ കോഡുമായി ബന്ധപ്പെട്ട പല പുസ്തകങ്ങളും ഇന്ത്യൻ അമേരിക്കൻ ബന്ധവും ഇതിനെപ്പറ്റിയൊക്കെ എഴുതിയ ഒരാളാണ്. കാരണം ഇന്ത്യ ട്രേഡിൻ്റെ ബന്ധം, ഇന്ത്യയുടെ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ്. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കൃത്യമായിട്ട് ഒരു ആർട്ടിക്കിൾ എഴുതി. അതായത് ഇനിയും ഇന്ത്യയും അമേരിക്കയും, അതായത് കോഡുമായി ബന്ധപ്പെട്ട് ജപ്പാൻ, ഓസ്ട്രേലിയ, ഈ കോഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ട്. പ്രധാനപ്പെട്ടത് ചൈനയെ കൗണ്ടർ ചെയ്യാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനകത്ത് ഈ രാജ്യങ്ങളെല്ലാം തത്വത്തിൽ അംഗീകരിച്ച് സൈൻ ചെയ്തൊരു കാര്യമുണ്ട്. ഈ രാജ്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആദ്യം കൊടുക്കേണ്ടത് ഇന്ത്യക്കായിരിക്കണം. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ടാണ് ഈ സിസ്കോ ഇന്ത്യക്ക് കൊടുക്കുന്നുണ്ട് ടെക്നോളജി. കാരണം നമ്മുടെ മൊബൈൽ 5G ഒക്കെ അവരുടെ ടെക്നോളജിയിൽ ഓടുന്നത്. അതിൻ്റെ സോഴ്സ് കോഡ് കൊണ്ടുവരും. അതായത് ഈ 5G ആയി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ കോഴി വരച്ചു, അത് നമ്മൾ രീതി ഡെവലപ്പ് ചെയ്ത് ഇനി ഉണ്ടാക്കിയെടുക്കണം. അതായത് നമ്മളവിടെ മെച്ചുവേർഡ് ആയിട്ടില്ല. രണ്ടാമത്തെ ഇഷ്യൂ ശ്രദ്ധിച്ച് കേൾക്കുക, ഇതാണ് പ്രധാനപ്പെട്ട ഇഷ്യൂ. ഈ കോഡിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ മീറ്റിംഗ്, അപ്പം അതിനകത്തൊരു ധാരണയുണ്ടായിരുന്നു. ഈ രാജ്യങ്ങൾ, അതായത് പ്രത്യേകിച്ച് ജപ്പാൻ, അമേരിക്കൻ ടെക്നോളജി ഇന്ത്യക്ക് തന്ന ഈ 3 രാജ്യങ്ങളുമായിട്ട്, പ്രത്യേകിച്ച് ജപ്പാനും ഓസ്ട്രേലിയയും, ഇന്ത്യക്ക് $100 ബില്യൺ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പ്രോജക്റ്റ് ഉണ്ട്. ഇന്ത്യയുടെ നേവി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ടെക്നോളജി തരുന്നു. ഇതൊക്കെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ ജപ്പാനിൽ പോയിട്ട് കൈ കൊടുത്ത് പറഞ്ഞു. അപ്പോഴേ ഞാൻ പറഞ്ഞു നടക്കില്ലെന്ന് പറഞ്ഞു. കാരണം ഇഷ്യൂ ആണ് അമേരിക്കയുമായിട്ട്. ആൾക്കാർ ജപ്പാൻ ഇപ്പോൾ $66 ബില്യൺ വരും. ഞാൻ പറയും നടക്കത്തില്ല ഇത്. കാരണം ഈ താളം തെറ്റി കിടക്കുക സംഭവം. അതിന് കൃത്യമായ വാണിംഗ് കൊടുത്തു. കോഡ് ഇനി ഇന്ത്യ വലിയ കാര്യമൊന്നുമില്ല. അതായത് കോഡ് ഇല്ലാതായി. ചൈനയെ കൗണ്ടർ ചെയ്യുന്ന കോഡിൽ ഇന്ത്യ ഹൈലൈറ്റ് ചെയ്യുക. ആ കോഡ് അക്ഷരാർത്ഥത്തിൽ ഇല്ലാതായി. മോദിയുടെ വിദേശനയം. അതാണ് ബ്ലണ്ടർ അടിച്ചത് സംഭവം. അതങ്ങ് പൊളിച്ചു. അതായത് ട്രംപ് ഇന്ത്യയിൽ വരുന്നില്ല. മോദി അതിനുശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വിസിറ്റ് എവിടെങ്കിലും വെച്ച് ട്രംപിനെ അതും തള്ളിക്കളഞ്ഞു മാർക്ക് റൂബിയോ. പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം ഇങ്ങനൊരു സന്ദർഭത്തിൽ ഈ ചൈനയെ പോയി കെട്ടിപ്പിടിച്ചാണ് ഇത്ര പ്രശ്നം. ഈ റഷ്യയുടെ ക്രൂഡിനേക്കാൾ അവർക്ക് ഇഷ്ടപ്പെടാനത്. അതാണ് മോദിയുടെ ബ്ലണ്ടർ എന്ന് പറയുന്നത്. പെട്ടെന്ന് പോയി ചൈനയെ പോയി കെട്ടിപ്പിടി. അപ്പോഴേ ഞാൻ പറഞ്ഞത് ഈ പോക്ക് ശരിയല്ല.
നമ്മളുമായിട്ടൊരു നാച്ചുറൽ പാർട്ട്ണർ അല്ല ചൈനയുമായിട്ട് ബന്ധം വേണം. പക്ഷെ ഈ രീതിയിൽ പോയ അമേരിക്കയും മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ വെറുതെ വിടത്തില്ല. ഇപ്പൊ ഇതിനെല്ലാം മുമ്പിൽ നിർത്തിയേക്കുന്ന സംഭവം എന്താ? റഷ്യൻ ക്രൂഡ്. ഇപ്പം ഏറ്റവും അടുത്ത് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് ട്രേഡ് മിനിസ്റ്റർ പീയൂഷ് ഗോയലിനെ കോട്ട് ചെയ്ത് ഇന്ത്യൻ എക്സ്പ്രസ്, എക്കണോമിക് ടൈംസ് ഒക്കെ പറയുന്നുണ്ട് അമേരിക്കൻ ഡിമാൻഡ് ഏകദേശം മുഴുവനും അംഗീകരിച്ചു ട്രേഡിൽ. ഇത്രയും വരെ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഇത് മുഴുവനും അങ്ങ് അംഗീകരിച്ചു കൊടുക്കാൻ പോവുക. കാരണം അമേരിക്ക അടുക്കുന്നില്ല ഒരു കാരണവശാലും. അതേപോലെ തന്നെ ജയശങ്കർ അമേരിക്കയിൽ പോയിട്ട് സെനറ്റ് മെമ്പേഴ്സിനെ ട്രംപുമായിട്ട് അടുപ്പമുള്ള പല ആൾക്കാരെ മീറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതൊക്കെ പോകട്ടെ. അതായത് ഇന്ത്യൻ ഒറിജിൻസ് ഉണ്ട് അവിടെ ഇഷ്ടം പോലെ. ഈ ട്രംപുമായിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയായിട്ട് അടുപ്പമുള്ളവരാ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോകുമ്പോൾ അവരുടെ സ്വീകരണമോ അവിടെ റെഡ് കാർപ്പറ്റ് മേൽക്കോ അവർ ഫൈറ്റ് ഫോർ ഒരൊറ്റ ഒരാൾ പോലും ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് മന്ത്രിയെ കാണാൻ വന്നില്ല. കാര്യം എന്താ? കാരണം കാണാൻ വരിക, അത് എന്തിനും പ്രശ്നമുണ്ടെങ്കിൽ അവനെ നോട്ടം ഇടുന്ന ഇവിടെ കിട്ടി. ഇത്രയേ ഉള്ളൂ കാര്യം. എവിടെ പവർ ഉണ്ട് അങ്ങോട്ടേ പോകത്തുള്ളൂ ജനങ്ങള്. ഇതാണ് പ്രധാനപ്പെട്ട നമ്മുടെ മോദി വിശ്വഗുരുവിന് മനസ്സിലാകാത്ത കാര്യം. അപ്പൊ അയാൾ മനസ്സിലാക്കേണ്ടത് ഒരു ശക്തനായ ഒരാളുടെ കൂടെ നിൽക്കുമ്പോൾ മാത്രമേ ഇന്ത്യക്ക് ശക്തിയുള്ളൂ ഗ്ലോബലി. ഇന്ത്യ ഞാൻ കുറച്ച് കാണുമല്ല, ഇതല്ലേ ഉണ്ടായത്. ആ ശക്തി അങ്ങോട്ട് മാറ്റി നിർത്തി കഴിയുമ്പോൾ ഒരു പച്ച മലയാളത്തിൽ പറഞ്ഞ ഒരു പട്ടിക്ക് നമ്മളെ വേണ്ട. ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എല്ലാവരും ശത്രുക്കളായി. ഇപ്പൊ ചൈനയായിട്ടുള്ള സംഭവം നിങ്ങൾക്കറിയാം. ചൈന ഈ പറഞ്ഞ പ്രേമം എല്ലാം കാണിച്ചു. ചൈന അടുത്ത് അറിയാൻ സാധിച്ചു ഇന്ത്യയിൽ നിന്ന് പോകുന്ന പല സാധനങ്ങളും, അതായത് ഇൻക്ലൂഡിങ് അയണോറ് പോലും ചൈനയ്ക്ക് പല കാര്യങ്ങളും താല്പര്യമില്ല. പല ഷിപ്മെന്റും അവർ ക്യാൻസൽ ചെയ്യാൻ തുടങ്ങി. ചൈനയ്ക്ക് ഇന്ത്യ അങ്ങ് ഒതുക്കണം. കാരണം എന്നാലേ ചൈനയ്ക്ക് ശക്തമായ രീതിയിൽ ഗ്ലോബൽ ട്രേഡിങ് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അൾട്ടിമേറ്റ്ലി മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ജയശങ്കർ വലിയ ശക്തമായിട്ട് H-1B വിസ അമേരിക്കൻ എക്സ്റ്റേണൽ അഫയേഴ്സ് സെക്രട്ടറി മാർക്ക് റൂബിയോട് പറഞ്ഞു, അതിന് റിലാക്സേഷൻ വേണം. ഈ പെട്ടെന്ന് എടുത്തടിച്ച പോലെ നടപടി എടുക്കരുത്. ഇന്ത്യയെ ബാധിക്കും, ഇന്ത്യൻ ചെറുപ്പക്കാരെ ബാധിക്കും. അത് പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞു, പോകില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ത്യയിൽ പറയുന്നതും ഇന്ത്യൻ സോഷ്യൽ മീഡിയയിൽ പറയുന്നതും ഇവിടുത്തെ യൂട്യൂബേഴ്സ്, ഇവിടുത്തെ മീഡിയയും പറയുന്ന കഥ വേറെയാണ്. ഇതൊക്കെ അറിയാൻ സാധിച്ച അമേരിക്കയിലുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് തന്നെയാണ്. അതായത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനിലുള്ളവർക്ക് നേരത്തെ അമേരിക്കയിൽ കൊടുത്തിരുന്നൊരു വെൽക്കമുണ്ട്, അത് പൂർണ്ണമായിട്ടും ഇല്ലാതായി. അപ്പൊ അത് ആരുടെ ഫെയിലിയറാണ്? നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഫെയിലിയർ, ആ ക്യാബിനറ്റിന്റെ ഫെയിലിയർ. ഇതല്ലേ ഞാൻ പല ആവർത്തി പറഞ്ഞത്. അതായത് അമേരിക്കയെ വെറുപ്പിച്ചു ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എല്ലാ രീതിയിലും അവൻ കിട്ടുന്നിടത്തെല്ലാം താങ്ങും. ഈ അടുത്ത ദിവസം പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ കാണാൻ പോവാണ് വൈറ്റ് ഹൗസിൽ. വളരെ വർഷങ്ങൾക്ക് ശേഷം ബാക്കിയുള്ള, അതായത് പാകിസ്ഥാൻ ആർമി ചീഫിന് അവിടെ കൊടുത്ത വെൽക്കം നിങ്ങൾക്കറിയാലോ. 2-3 പ്രാവശ്യം അവിടെ പോയേക്കുന്നത്. അത് പാകിസ്ഥാനുമായിട്ട് ട്രേഡിന്റെ ഇഷ്യൂവിൽ അതൊക്കെ അവർ സെറ്റിൽ ചെയ്തു. ഇനി ഉണ്ടാകുന്നത് പാകിസ്ഥാന് പാക്കേജ് ചെയ്തത്. അതായത് നമ്മുടെ ഏറ്റവും വലിയ ശത്രു രാജ്യത്തെ അമേരിക്ക പിടിച്ചടുത്തങ്ങ് വെക്കും. അവരുമായിട്ട് ചൈനയും ബന്ധം, അവരുമായിട്ട് അമേരിക്കയും ബന്ധം. ഇന്ത്യക്ക് ആരുമായിട്ട് ബന്ധമുണ്ട്? ഒരു കോപ്പനുമായിട്ടും ബന്ധമില്ല. അത് ആരുടെ ഫെയിലിയറാണ്? നമ്മുടെ സാക്ഷാൽ മോദിജിയുടെ ഫെയിലിയർ, അതായത് വിശ്വഗുരുവിന്റെ ഫെയിലിയർ. ഇതുകൊണ്ട് തന്നെയാണ് മോദി എവിടെയും പോകാത്തത്. ഒതുങ്ങിക്കൂടി റേസ് കോഴ്സിലും ഇന്ത്യയിൽ അവിടെ ഇവിടെയൊക്കെ ചുറ്റപ്പെട്ട് നടക്കുകയാണ്. ഇതല്ലേ ഞാൻ പല ആവർത്തി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഉണ്ടായ സംഭവം ഇന്ത്യ ഗ്ലോബലി ഡൊമസ്റ്റിക്കലിയും എല്ലാം ഇന്ത്യക്ക് പ്രശ്നമാണ്. പിന്നെ ഉറപ്പായിട്ടും അമേരിക്കൻ ഗവൺമെന്റിന്റെ സംഭവമായിരുന്നു ഇന്ത്യയിലുള്ള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ഇതേപോലെ ബജറാങ് ദളും BJP ഭരിക്കുന്ന ആൾക്കാർ അറ്റാക്ക് ചെയ്യുന്നു. അതിനൊരു സൊല്യൂഷനുണ്ട്. മണിപ്പൂർ പോലും അതൊന്നും അവർ എടുത്ത് ഉപയോഗിച്ചില്ല ഇന്ത്യക്കെതിരെ. ഇനി ഇതൊക്കെ ഇന്ത്യക്കെതിരെ അവർ ഉപയോഗിക്കും. അതായത് ഗ്ലോബലി ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യാൻ പോവാണ് എല്ലാ രീതിയിലും. അതിന് വഴിയൊരുക്കി കൊടുത്ത് നമ്മുടെ പ്രധാനമന്ത്രി. അതായത് മനസ്സിലാക്കുക, ജയശങ്കറിന്റെ പര്യടനം അതായത് ഒന്നുമില്ലാതെ തിരിച്ചു വരുന്നു. അതായത്
ഇല്ലാതല്ല, നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് ഐസൊലേറ്റഡ് ആക്കി. ഗ്ലോബലായിട്ട് UN-ലെ ട്രംപിൻ്റെ പ്രസംഗം, മറ്റുള്ളവർ നമ്മളെ കാണുന്നത്, ഗ്ലോബൽ മീഡിയ നമ്മളെ കാണുന്നത്, ഗ്ലോബൽ മീഡിയ ഏതൊക്കെ രീതിയിലാണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാവശ്യം ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പ്രസംഗിച്ചപ്പോൾ കൊടുത്ത ഹൈലൈറ്റ് UNGC-യിൽ ഒരു പുല്ലും ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഈ സ്ഥിതിയിലാക്കിയ നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങൾക്കും വലിയ വലിയ അഭിവാദ്യങ്ങൾ. കാരണം നിങ്ങൾ ചെയ്തതിന് നിങ്ങൾക്ക് തന്നെ കിട്ടും. കാരണം നിങ്ങളിത് വേണ്ടാത്ത ഈ പറയുന്ന സോഷ്യൽ മീഡിയ ബ്ലഫിന് വേണ്ടി എടുത്ത് ചെയ്തതാണ്. അവസാനം റഷ്യ കൂടെയുണ്ടോ? റഷ്യയില്ല. ചൈന കൂടെയുണ്ടോ? ചൈനയില്ല. പാകിസ്ഥാൻ അവിടെ പോയി മുഖ്യശത്രു, ബംഗ്ലാദേശ് മുഖ്യശത്രു, നേപ്പാൾ മുഖ്യശത്രു, ആകെയുള്ള മാൽദ്വീപ്സ് ഉണ്ട്. അവനും നാളെ പറഞ്ഞ് അങ്ങോട്ടങ്ങ് പോകും. ഇതാണ് ഇന്ത്യയുടെ വിദേശ നയത്തിലെ കംപ്ലീറ്റ് പാളിച്ച. ഇത് ഓരോ ദിവസം കഴിയുമ്പോഴും എക്സ്പോസ് ആയിട്ട് പോവുക. അനുഭവിക്കുന്ന ആരാ? ഓരോ ഇന്ത്യക്കാരനും. ഗ്രേറ്റ് ഇന്ത്യൻ കോമഡിയാണ്. അതാണ് ഗ്രേറ്റ് ഇന്ത്യൻ കോമഡി എന്ന് പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തിൻ്റെ ടീമിനും വലിയ വലിയ വിപ്ലവ അഭിവാദ്യങ്ങൾ.